applications, graphics, Inkscape. സ്ക്രീൻ അല്പം വലിപ്പം കൂട്ടുക. സർക്കിൾ ടൂൾ ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുക. സ്ട്രോക്ക് കളർ നൽകി സ്റ്റാർട്ട് വാല്യൂ 180 ആക്കുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കളർ മാറ്റി ഇതിനെ കമാന രൂപത്തിലാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കുന്നത് നല്ലതാണ്. രണ്ട് സർക്കിളുകളും സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് ഡിഫറൻസ് എന്ന് നൽകി ഗേറ്റിൻ്റെ രൂപം നിർമ്മിക്കാം. ഇതിനകത്ത് നേരത്തെ എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് സർക്കിൾ വെച്ചതിന് ശേഷം താഴെയായി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ചോദ്യത്തിൽ പറയുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ വലിപ്പം സർക്കിളിൻ്റെ അടിവശത്തിൻ്റെ ഏകദേശം 1.5 മടങ്ങ് ആക്കുക. സർക്കിളും ടെക്സ്റ്റും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത് എന്ന് നൽകി ഈ സർക്കിളിന് ടെക്സ്റ്റിന് വൈറ്റ് നിറം നൽകാവുന്നതാണ്. സർക്കിളിന് നോ പെയിന്റ് എന്ന് നൽകാവുന്നതാണ്. എല്ലാ ഒബ്ജക്റ്റും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്ത് ഫയൽ സേവ് ചെയ്യുക. exam10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം രജിസ്റ്റർ നമ്പറും _ ക്വസ്റ്റ്യൻ നമ്പർ നൽകിയതിന് ശേഷം സേവ് ചെയ്യുക.